ഹെർമോൻ എന്ന വാക്കിന് അർത്ഥം വിശുദ്ധ പർവ്വതം എന്നാണ്. ആൻറ്റി ലെബാനോൻ പർവ്വതനിരയുടെ തെക്കേ അറ്റത്തുള്ള ഒരു കൊടുമുടിയാണിത്. ഫിനീഷ്യരും സീദോന്യരും ഹെർമോനെ സിരിയോൻ എന്നും അമോര്യർ സെനീർ എന്നും വിളിച്ചു വന്നു. ആവർത്തനം 3:8, 9, 4:48. ഈ പർവ്വതത്തിൻ്റെ മറ്റൊരു പേരാണ് സിയോൻ, സയോൻ അല്ല. ആവർത്തനം 4:47, 48. ഹെർമോൻ പർവ്വതത്തിൻ്റെ ഒരു തെക്കു ഭാഗത്തെ കുറിക്കുവാനും സെനീർ എന്ന പേര് ഉപയോഗിച്ചിരുന്നു. 1 ദിനവൃത്താന്തം 5:23. ബാലിൻ്റെ വിശുദ്ധ ഭൂമിയായിരുന്നു ഈ പർവ്വതം. ബാൽഗാദ്, യോശുവ 13:5. ബാൽ ഹെർമോൻ, ന്യായാധിപന്മാർ 3:3. 1 ദിനവൃത്താന്തം 5:23 എന്നീ പേരുകൾ അതിന് തെളിവാണ്. സിറിയയുടെ തലസ്ഥാനമായ ദമസ്കോസിന് 48 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറും ഗലീല കടലിന് 64 കിലോമീറ്റർ വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2743 മീറ്റർ പൊക്കമുള്ള ഈ പർവ്വതം വടക്ക് തെക്കായി 32 കിലോമീറ്റർ ദൂരം വ്യാപിച്ചു കിടക്കുന്നു. പർവ്വതം സദാ ഹിമാവൃതമാണ്. വേനൽക്കാലത്ത് മഞ്ഞുരുകി യോർദാൻ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട്. ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് വീഴുന്ന മഞ്ഞ് സിയോൻ പർവ്വതത്തിലെ വൃക്ഷങ്ങളിൽ തട്ടി തുള്ളികളായി വീഴുന്ന കാഴ്ച മനോഹരമാണ്. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞുപോലെയും എന്ന വർണ്ണനയുടെ സാരസ്യം ഇതാണ്. 133 സങ്കീർത്തനം 3 വാക്യം. താബോരിനോടൊപ്പം ഹെർമോനും യഹോവയുടെ നാമത്തിൽ ആനന്ദിക്കുന്നതായി സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട്. 89 സങ്കീർത്തനം 12 വാക്യം. യേശുവിൻ്റെ രൂപാന്തരത്തിൻ്റെ രംഗവും ഹെർമോൻ പ്രദേശമാണെന്ന് കരുതപ്പെടുന്നു. വാഗ്ദത്ത നാടിൻ്റെ വടക്കേ അതിരായി ഹെർമോൻ മാറി. യോശുവ 12:1, 13:2, 5, 8, 11 വാക്യങ്ങൾ. താഴ്വരയിൽ പാർത്തിരുന്ന ഹിവ്യരെ യോശുവ പരാജയപ്പെടുത്തി. യോശുവ 11 അധ്യായം 1 മുതൽ 3 വരെ, 8 വാക്യം, 16 വാക്യം, 17 വാക്യം. ഹെർമോൻ പർവ്വതത്തിൻ്റെ ഉപരിതലത്തിൽ ചിലയിനം കുറ്റിച്ചെടികൾ മാത്രമേ വളരുന്നുള്ളൂ. അല്പം താഴെയായി ചരിവുകളിൽ അത്തിയും ഫലവൃക്ഷങ്ങളും കുറ്റിച്ചെടികളും കാണാം. പടിഞ്ഞാറും തെക്കും ചരിവുകളിൽ താഴെയായി മുന്തിരിത്തോട്ടങ്ങളുണ്ട്. പുരാതന കാലത്ത് സിംഹം, പുള്ളിപ്പുലി തുടങ്ങിയ കാട്ടുമൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഉത്തമഗീതം 4 അധ്യായം 8 വാക്യം. ഇപ്പോഴാകട്ടെ ചെന്നായി, കുറുക്കൻ, പുള്ളിപ്പുലി തുടങ്ങിയ മൃഗങ്ങളാണ് അവിടെ ഉള്ളത്.